സാധാരണഗതിയിൽ ഓണ്ടർപ്രണേഴ്സ് പറഞ്ഞു വരുന്ന ചാലഞ്ചസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ്, അതായത് ഹയറിങ് അല്ലെങ്കിൽ അട്രീഷൻ. സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റാഫിനെ ഹയർ ചെയ്യുക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളോട് സംസാരിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് HR കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പറയാറുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ് ആസ് പെർ യു? ആദ്യം തന്നെ അവർ പറയുന്നതേ നല്ലൊരു സ്റ്റാഫിനെ കൊണ്ടുതരുമോ, എന്നിട്ട് നമുക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാം എന്ന് ആദ്യം പറയും. പിന്നെ ഞങ്ങളെ, അതായത് നമ്മളോട് തന്നെ പലപ്പോഴും റിക്രൂട്ട് ചെയ്ത് തരുമോ, റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആണോ, HR കൺസൾട്ടൻസി ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് നല്ലൊരു റിസോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. രണ്ട്, ഉള്ള ആൾക്കാർ വിട്ടു പോകുന്നു. നമ്മളിപ്പോൾ ട്രെയിനിങ്സ് എന്തെങ്കിലുമൊക്കെ പ്രപ്പോസ് ചെയ്താൽ അല്ലെങ്കിൽ പിച്ച് ചെയ്താൽ പറയുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്, സ്റ്റാഫ് ഈ ട്രെയിനിങ് ഒക്കെ വാങ്ങിയ ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും വേറെ സ്ഥലത്തേക്ക് പോകും. പിന്നെന്തിനാ ഞാൻ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും അധികം പറഞ്ഞു വരുന്ന ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പം ഇതിന് എനിക്ക് തോന്നുന്നു ഈ ഹയറിങ്ങിനും ട്രെയിനിങ് കൊടുക്കുന്നതിനൊക്കെ ചില സ്ട്രാറ്റജീസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് ക്ലിയർ ആവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളോടൊരു ക്ലയൻറ്റ് നമ്മളോട് ചോദിച്ചതാണ്, അതായത് അവർക്ക് സ്റ്റാഫിന് കിട്ടാത്തതാണ് പ്രശ്നം. അപ്പോൾ സ്റ്റാഫിന് സ്കിൽ ഡെവലപ്പ്, കാരണം അവർക്ക് ടെക്നിക്കൽ സ്കില്ല് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അവർ ബോധേഡല്ല. പക്ഷേ അങ്ങനെ ഒരു ട്രെയിനബിൾ ആയിട്ടുള്ള, കോച്ചബിൾ ആയിട്ടുള്ള സ്റ്റാഫിനെ കിട്ടണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി സ്കില്ലുള്ള ആളുകൾക്ക് വേറെ പല പ്രശ്നങ്ങൾ, ടീം ഡൈനാമിക്സ്, അവരുടെ ചില സോഫ്റ്റ് സ്കിൽസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട സ്കില്ലുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ നോർമലി വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ദാറ്റ് യു വിൽ സജസ്റ്റ്? നമ്മൾ സ്ട്രാറ്റജീസ് നോക്കുന്നതിന് മുമ്പേ ദ ഫസ്റ്റ് തിങ് ഈസ്, പലപ്പോഴും ഞാൻ ബിസിനസ് ഓണേഴ്സ് പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ ഇത്രയും ശമ്പളം കൊടുക്കാൻ റെഡിയാണ്, എന്നാൽ പോലും ആളെ കിട്ടുന്നില്ല. ഇത്രയും ലക്ഷം രൂപ ഞാൻ കൊല്ലം കൊടുക്കാൻ റെഡിയാണ്, എന്നാലും ആളെ കിട്ടുന്നില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളം, അതായത് നമ്മൾ ഈ ഒരു ഏരിയ, നമ്മൾ ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിനെ മാതിരി തന്നെ പ്രൈസ് വാർ നടത്തിക്കൊണ്ട് നമുക്ക് സ്റ്റാഫിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ പ്രൈസ് വാറിന് പകരം വി ഹാവ് ടു ഷിഫ്റ്റ് അവർ ഫോക്കസ് ടു വാല്യൂ വാർ. അതായത് ഫസ്റ്റ് തിങ് ഇസ് വാല്യൂ. എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? വൺ തിങ് വി റിയലൈസസ്, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രി സെറ്റപ്പിൽ ആൾക്കാർ വരുന്നത് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ സ്ട്രാറ്റജീസും ആ രീതിയിൽ സ്റ്റാഫിനെ അട്രാക്ട് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും നമ്മുടെ സ്ട്രാറ്റജി ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ദി എംപ്ലോയി ഗ്രോത്ത്. ആ എംപ്ലോയി ഗ്രോത്തിലേക്ക് ഗ്രാജുവലി നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വി വിൽ സ്റ്റാർട്ട് അട്രാക്ടിങ് ഗുഡ് എംപ്ലോയീസ് ആൻഡ് റീറ്റെയിനിങ് ഗുഡ് വൺസ്. ഇനി ഇതിൽ എന്തൊക്കെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വലിയൊരു റോക്കറ്റ് സയൻസോ വലിയ ഗംഭീരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും ഇല്ല. സിമ്പിൾ സാധനങ്ങൾ. ആദ്യം നമുക്ക് ഫസ്റ്റ് സ്ട്രാറ്റജി ഇസ് 3x ക്ലാരിറ്റി സ്ട്രാറ്റജി. അതായത് പലപ്പോഴും സ്റ്റാഫ് നമ്മളെ വിട്ടിട്ട് പോകുന്നത് അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. എവിടെയൊക്കെയാണ് ക്ലാരിറ്റി? ആദ്യ ഫസ്റ്റ് ക്ലാരിറ്റി ഈസ് ഓൺ റോൾ ക്ലാരിറ്റി. കൃത്യമായിട്ട് അവരുടെ റോൾ ഈ ഓർഗനൈസേഷനിൽ എന്താണെന്നും ഈ ഓർഗനൈസേഷനിൽ അവരുള്ളതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഈ ഓർഗനൈസേഷൻ ഉണ്ടെന്നുള്ളൊരു ബിലീഫ് സിസ്റ്റം. പലപ്പോഴും നമ്മൾ ഒരാളെ വെച്ചുകൊണ്ട് പല റോളും ചെയ്യിപ്പിക്കും. അപ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലാവില്ല എന്താണ് എൻ്റെ റോള്. ചിലപ്പോൾ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും, ചിലപ്പോൾ അത് ചെയ്യിപ്പിക്കും. സോ ഹി ഗെറ്റ്സ് കൺഫ്യൂസ്ഡ്. സോ ദ നമ്പർ 1 സ്ട്രാറ്റജി ഈസ് ടു ബ്രിങ് ദ റോൾ ക്ലാരിറ്റി ഇൻ ഹിം. രണ്ടാമത്തെ ക്ലാരിറ്റി വരേണ്ടത് ഗ്രോത്ത്. ഞാൻ ഈ ഓർഗനൈസേഷനിൽ ഒരു 5 വർഷം നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടെയൊക്കെയാണ് ഗ്രോ ചെയ്യാൻ സാധിക്കുക? ബിക്കോസ് എനി ജെൻസി, ഇന്നത്തെ നമ്മുടെ ഓർഗനൈസേഷൻസിൽ കാണപ്പെടുന്ന യങ്സ്റ്റേഴ്സിന് ആവശ്യം ഗ്രോത്താണ്. അവർക്കൊരു ഐഡൻറ്റിറ്റി, ഒരു ഗ്രോത്ത്. മൂന്നാമത്തെ ക്ലാരിറ്റി ഈസ് ഓൺ വിഷൻ. അതായത് കമ്പനിയുടെ വിഷൻ, എൻ്റെ കമ്പനിയുടെ ഗ്രോത്തിൻ്റെ ഭാഗം ഇവനാണോ എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി തീർച്ചയായിട്ടും ഈ ഒരു എംപ്ലോയിക്ക് വേണം. സോ ദിസ് ഈസ് എ 3x ക്ലാരിറ്റി ആണ് ഏറ്റവും ആദ്യം വേണ്ടത്. രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് മൈക്രോ ലേണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്നിപ്പോൾ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യണം എന്നില്ല. ചെറിയ കോഴ്സസ് അവനെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങൾ റെഗുലറായിട്ട് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് കൊടുക്കാൻ പറ്റിയാൽ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. മൂന്നാമത്തേത് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് എക്സിറ്റ് ഇൻ്റർവ്യൂ. അതായത് ഒരാൾ പോയി കഴിയുമ്പം നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഒരു ശ്രമം. പോകുന്നവരെയും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് സ്റ്റേ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട്. അതായത് പലപ്പോഴും നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത ഡയറക്ടർ അല്ലെങ്കിൽ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു സീനിയർ ഒഫീഷ്യൽ, അവരെ പിന്നെ നമ്മൾ കാണുന്നത് എപ്പോഴോ ആയിരിക്കും, റെഗുലറായിട്ട് കാണാറേ ഉണ്ടാവില്ല. ബട്ട് പീപ്പിൾ വുഡ് ലവ് ടു മീറ്റ് ദി ഡയറക്ടേഴ്സ് ആൻഡ് ടോക്ക്. അപ്പോൾ ആ ഒരു സമയത്ത്, ഇവിടെ നിൽക്കുന്ന സമയത്ത് ഡയറക്ടേഴ്സ് ഒന്ന് സംസാരിക്കുക, ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വാല്യുബിൾ ആയിട്ടുള്ള, ട്രെയിനബിൾ ആയിട്ടുള്ള, ഗ്രോത്ത് പ്രോമിസിങ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക്
നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ശരി, അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ എക്സിറ്റ് ഇൻ്റർവ്യൂ അല്ല, സ്റ്റേ ഇൻ്റർവ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബേസിക്കലി ഡിയർ ഓണ്ടർപ്രണേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഗെറ്റിംഗ് വൺ ഗുഡ് പേഴ്സൺ ഇസ് വെരി ഡിഫിക്കൽട്ട് അല്ലേ. അത് ഡിഫിക്കൽട്ട് തന്നെയാണ്, സംശയമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആളുകളെ കിട്ടുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ അധികം ഓണ്ടർപ്രണേഴ്സും ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്, അതായത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറയും. ആ രീതിയിലല്ലാതെ തന്നെ കിട്ടുന്ന ആളുകളെ എഫക്റ്റീവായിട്ട് ഏത് രീതിയിൽ ട്രെയിൻ ചെയ്യണമെന്നും അവർക്ക് എങ്ങനെ ഒരു 3x ക്ലാരിറ്റിയോടെ അവരുടെ വിഷൻ നിങ്ങളുടെ കമ്പനിയുടെ ആയിട്ട് എങ്ങനെ മാച്ച് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലും, അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുകയും അതുപോലെ സ്റ്റേ ഇൻ്റർവ്യൂ പോലെയുള്ള സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് നിങ്ങളെ HR മാനേജ് ചെയ്യാൻ സാധിക്കുകയും അട്രീഷൻ റേറ്റ് കുറയ്ക്കാൻ സാധിക്കുകയും ബെസ്റ്റ് ആയിട്ടുള്ള ഹയേഴ്സിനെ, അതായത് ബെസ്റ്റ് ആയിട്ടുള്ള ടാലൻസിനെ നിങ്ങൾക്ക് ഹയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ സ്ട്രാറ്റജീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വുഡ് യു ലൈക്ക് ടു നോ മോർ സ്ട്രാറ്റജീസ് ലൈക്ക് ദിസ്? ഇതേപോലെ ടിപ്സും ട്രിക്സിനും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ us on Instagram, ആൻഡ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി യു ക്യാൻ ബി പാർട്ട് ഓഫ് സ്കിൽ ക്വസ്റ്റ് ഗ്രോത്ത് കമ്മ്യൂണിറ്റി. ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിച്ചു വരുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. അതായത് എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഓൾ റൗണ്ട് ദ ഗ്ലോബ് 2000+ ഓൺടർപ്രണേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് സ്കിൽ ക്വസ്റ്റ് ഗ്രോത്ത് കമ്മ്യൂണിറ്റി. ബി എ പാർട്ട് ഓഫ് ദാറ്റ് ആൻഡ് ലേൺ മോർ ആൻഡ് ലെറ്റ്സ് ഗ്രോ അവർ ബിസിനസ് ടുഗെദർ.